ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഇന്നലെ നമ്മൾ കണ്ടു ഹോളി സ്പിരിറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. വെളിപ്പാടിൻ്റെ ആത്മാവാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹീ ഈസ് ദ സ്പിരിറ്റ് ഓഫ് നോളജ്. നമുക്ക് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഈസ് ദ സീറ്റ് ഓഫ് വിസ്ഡം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വിസ്ഡം വേണ്ടേ, ജ്ഞാനം വേണ്ടേ, ഓർമ്മശക്തി മറന്നു പോകും അല്ലേ പഠിക്കുന്നതൊക്കെ. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, യു ആർ ദ സീറ്റ് ഓഫ് വിസ്ഡം. എനിക്ക് ജ്ഞാനം തരണം, ഓർമ്മശക്തി തരണം, അറിവ് തരണം, വിവേകം തരണം, ശരിക്ക് സംസാരിക്കാനുള്ള ആ വിവേകം എല്ലാം തരണം എന്ന്, ഡിസേൺമെൻ്റ് ഒക്കെ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ തലയിൽ എത്ര ഹെയർ ഉണ്ടെന്ന്? ആർക്കെങ്കിലും അറിയാവോ? സർട്ടൻലി നോട്ട്. Nobody knows that, even I don't know. But the Almighty God knows it. That is so surprising, right? Jesus tells us, do not fear. നിങ്ങൾ ഭയപ്പെടേണ്ട. Don't worry about anything. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. You are very precious. നിങ്ങൾ എത്രയോ വിലപ്പെട്ടവരാണ്. Your heavenly Father cares for you. സ്വർഗീയപിതാവ് നിങ്ങൾക്ക് കരുതുന്നവനാണ്. Even the very hairs of your heads are all numbered എന്ന് മത്തായിയുടെ സുവിശേഷം 10:30-31 പറയുകയാണ്. നിൻ്റെ തലയിലെ ഓരോ മുടിയും എണ്ണി വെച്ചിരിക്കുകയാണെന്ന് ആ സ്വർഗസ്വനായ പിതാവ് അല്ലേ. Do you know that? That's very surprising thing, amazing thing അല്ലേ. God knows all about you. എല്ലാം അറിയാം നിങ്ങളെക്കുറിച്ച്. നിങ്ങളുടെ പേരൻസിന് അറിയില്ല, നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് പോലും അറിയില്ല. ഭർത്താവിന് ഭാര്യയുടെ അറിയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ജീവിതകാലം മുഴുവൻ പേരൻസ് മക്കളെ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ്, മക്കൾ പേരൻസിനെ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ദൈവം നിങ്ങളുടെ ഇരിപ്പും നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ കിടപ്പും നിങ്ങളുടെ വിചാരങ്ങൾ പോലും അറിയുന്നു. 139 സങ്കീർത്തനം മുഴുവനൊന്ന് വായിച്ചാൽ അറിയാം. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ പറ്റിയില്ല. ഇരുട്ടത്ത് പോയി ഒളിച്ചാലും, താഴെ പോയാലും, പാതാളത്തിൽ പോയാലും, സ്വർഗത്തിൽ പോയാലും എല്ലാം അല്ലേ, മുകളിൽ നിൻ്റെ കിടക്ക വിരിച്ചാലും ദൈവം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഹീ ഈസ് ഓംനിപൊട്ടൻറ്റ്, ഓംനിസെൻറ്റ് ഗോഡ്. എല്ലാം അറിയുന്നവൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവം. അപ്പം നമുക്ക് ഹീ നോസ് ആ പാസ്റ്റ്. നമ്മുടെ എന്നാ പറയുന്നത്, പാസ്റ്റ് ജീവിതം എല്ലാം അറിയാം. പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓൾസോ. ഇപ്പോഴത്തെ കാര്യവും ഫ്യൂച്ചർ കാര്യവും എല്ലാം ദൈവത്തിനറിയാം. ഹീ നോസ് ഈവൻ ആ തോട്ട്സ് അല്ലേ, നമ്മുടെ വിചാരങ്ങൾ പോലും, നീ എന്താണ് ആലോചിക്കുന്നത് എന്ന് പോലും ദൈവത്തിന് അറിയാം. സോ വി കാൻ ഹൈഡ് എനിത്തിങ് ഫ്രം ദി ഓൾമൈറ്റി ഗോഡ്. നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് ദൈവത്തിൽ നിന്ന് ഇരുട്ടത്ത് പോയോ രാത്രിക്കോ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മുറി അടച്ചിട്ടാലും ദൈവം അവിടെ ഉണ്ടല്ലോ, ദൈവം എല്ലാം കാണുന്നുണ്ട്. അതാണ് ജോസഫ് നല്ല ദൈവഭക്തനായ ആ മനുഷ്യനാണ്. ദൈവഭയമുണ്ടായിരുന്നു. ആരും കണ്ടില്ലായിരുന്നു, അപ്പനും അമ്മയും ഇല്ലായിരുന്നു, പോത്തിഫറും ഇല്ലായിരുന്നു. പക്ഷേ പോത്തിഫറിൻ്റെ ഭാര്യ, നീ എൻ്റെ കൂടെ വന്ന് ശയിക്കുക, നീ ഹാൻസമാണ്, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടുക ചെയ്ത് അല്ലേ. അവിടെ അഡൾട്ടറി സ്പിരിറ്റ് അല്ലേ, ആ വ്യഭിചാരത്തിൽ നിന്ന് ഓടി ഒളിച്ച്. അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ചു, ഉയർത്തി. ഹോളി സ്പിരിറ്റ് ഈസ് ഓംനിസെൻറ്റ് ഗോഡ്. നിങ്ങൾ അറിയണം, പരിശുദ്ധാത്മാവ് എല്ലാം അറിയുന്ന ദൈവമാണെന്ന്. ഹീ ഈസ് എ സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം. നിങ്ങൾക്ക് നോളജ് വേണോ, നിങ്ങൾക്ക് അറിവ് വേണോ, ജ്ഞാനം വേണോ, എല്ലാം ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. 1 കൊരിന്ത്യർ 12:8 പറയുന്നുണ്ട്. സോ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലേ, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്സാണ്. 1 ഓഫ് ദ 9 ഗിഫ്റ്റ്സ് ഉണ്ട്, 9 ഫ്രൂട്ട് ഉണ്ട്. അതിൽ ഒരു ഗിഫ്റ്റാണ് വേർഡ് ഓഫ് നോളജ് അല്ലേ, അറിവിൻ്റെ ഒരു വാക്ക്. ചിലരൊക്കെ അറിവിൻ്റെ വചനം പറയും അല്ലേ, ചിലരുടെ ഓരോരുത്തരുടെ പേര് പറയും, അവരെടുത്തിരിക്കുന്ന ഒരു കളറ് പറയും, സാരിയാണോ ഡ്രസ്സാണോ അതൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു നോളജ്. ദിനകരൻ അങ്കിൾ, ബ്രദർ ദിനകരൻ ഉണ്ട്. അന്നേരം ആ ബ്രദർ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ പറ്റിയും പറയുമായിരുന്നു, സ്റ്റേജിൽ വിളിച്ച് പറയുമായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം TV ഷൂട്ടിംഗ് ഉണ്ട് എൻ്റെ വീട്ടിൽ. TV ഷൂട്ടിംഗ് സമയത്ത് എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. ഇൻ ചെന്നൈ ദർ ഇസ് എ മാൻ ഹൂ ഈസ് വിത്ത് ആൽക്കഹോൾ ബോട്ടിൽ, ത്രോ ഇറ്റ് അവേ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നൈയിൽ അവിടെ കൊണ്ടുപോയി ആത്മാവ് കണ്ടോ. ഞാൻ ഹൈദരാബാദിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈയിലുള്ള ഒരു വ്യക്തി, ഈ കുടിയൻ, അവനെ കാണിച്ചു തന്നു. അവന് വേണ്ടി അന്നേരം പ്രാർത്ഥിച്ചു, അവൻ വിടുതൽ പ്രാപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. സോ ഹോളി സ്പിരിറ്റ് വിൽ കം ടു യു വിത്ത് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. യു ഷുഡ് ക്രേവ് ഫോർ ഹിം. അതിനുവേണ്ടി ഡിസൈർ ചെയ്യണം, അതിനുവേണ്ടി ആശിക്കണം.
കർത്താവേ എനിക്ക് പോരാ, എനിക്ക് ഇനിയും വേണം അങ്ങയുടെ ഗിഫ്റ്റ്സ്, അങ്ങയുടെ അനോയിൻറ്റിങ്, അഭിഷേകം ഇനിയും വേണം, ജീവജല നദി എന്നിൽ നിന്ന് പ്രവഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ഇൻഫില്ലിംഗ് തന്നുകൊണ്ടിരിക്കും. ഇറ്റ്സ് നത്തിങ് ദാറ്റ് ക്യാൻ മേക്ക് അസ് ജോയ്ഫുൾ ഇൻ ദിസ് വേൾഡ്. ഹോളി സ്പിരിറ്റ് ഇസ് സ്പിരിറ്റ് ഓഫ് ജോയ് ആണ്. നമുക്ക് സന്തോഷം തരും. വേറെ ഒന്നുമില്ല ഈ ലോകത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ. നമുക്ക് തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ജോയ് ഐ ഗെറ്റ് ഓൺലി ഇൻ ട്രാവലിംഗ് ആൻഡ് സെർവിങ് ദ ലോഡ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, നന്മ പ്രവൃത്തി ചെയ്യുക, ദൈവവചനം പ്രസംഗിക്കുക, ദൈവ ഹീലിങ്, മിറക്കിള് ദൈവം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ, ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഓരോരുത്തരുടെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ, സൂയിസൈഡ് ചെയ്യുന്നവരെയൊക്കെ ദൈവം പിന്തിരിപ്പിക്കുന്നു, അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ഇതൊക്കെ കാണുന്നതിനേക്കാൾ എന്താണ് അതിലും വലിയ അത്ഭുതം എന്താണ്? അതൊക്കെ എനിക്ക് വലിയ സന്തോഷവും തൃപ്തിയും തരുന്നു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സോ നിങ്ങൾ എല്ലാവരും വിസ്ഡത്തിന് വേണ്ടി, നമുക്ക് ആർക്കാണ് വേണ്ടാത്തത്? നോളജ്, നമുക്ക് അറിവ് വേണം, നമുക്ക് ജ്ഞാനം വേണം, നമുക്ക് വിവേകം വേണം. അതിനുവേണ്ടി ഒരു പ്രാവശ്യം ഏൽപ്പിച്ചു കൊടുത്ത്, സ്വർഗീയ പിതാവേ, എന്നെ അങ്ങയുടെ ആത്മാവിൻ്റെ വിസ്ഡത്താൽ നിറയ്ക്കണമേ. നോളജ്, എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണം, എനിക്ക് അറിവ് വേണം കർത്താവേ. അങ്ങാണ് സീറ്റ് ഓഫ് വിസ്ഡം. എനിക്ക് ഫൂളിഷ് ഒന്നും ചെയ്യാതെ കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമല്ലാത്തൊന്നും ചെയ്യുവാൻ എന്നെ അനുവദിക്കില്ല എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ച് സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.